ദുബായിലുണ്ടായിരുന്ന പാപ്പൻ്റെ കെയർ ഓഫിലാണ് ഒരു ജോബ് റെഡിയായത്. 2015 മാർച്ച് മാസം. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ദുബായിക്ക് വരുന്നത്. നിവിൻ പോളിൻ്റെ പ്രേമ റിലീസായതും അതേ വർഷം. അന്ന് എനിക്ക് 21 വയസ്സ്. എന്തിനും റെഡിയായി നടക്കുന്ന ചോരത്തിളപ്പുള്ള പ്രായം. വീട്ടിലാണെങ്കിൽ ഒറ്റ സന്തതി. പഴയ വീട് പൊളിച്ച് പുതിയ വീട് വെക്കണം, അതാണ് ടാസ്ക്. അതിന് പൈസ വേണം. പണം കായ്ക്കുന്ന മരമുള്ളതാണെങ്കിലോ ദുബായിലോ. 2 വർഷത്തേക്കല്ലേ. തിരിച്ചു വന്ന പുതിയ വീട്ടിൽ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിൽക്കാമല്ലോ. ആ ഒരു പ്രായത്തിൽ കൂടുതലൊന്നും ചിന്തിക്കാൻ നിന്നില്ല. കിട്ടിയ ഫ്ലൈറ്റിന് ദുബായിക്ക് കയറി. വിചാരിച്ച പോലെ അത്ര ഈസി ആയിരുന്നില്ല തുടക്കം. എന്നാലും പിടിച്ചു നീക്കണം. 2 വർഷം കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ പോകാമല്ലോ. അങ്ങനെയായിരുന്നു പ്ലാൻ. വീടിന്റെ പണി കഴിഞ്ഞു. 2 വർഷം എന്നുള്ളത് 4 ആയി, പിന്നെ അത് 8 ആയി, പിന്നെ 10. പുതിയ വീട് ഇപ്പൊ പഴയതാകാനായി. ഇത്രയും വർഷത്തിനിടയ്ക്ക് അവിടെ നിന്നതാണെങ്കിലോ കഷ്ടിച്ച് 8 മാസം. ഈ പറഞ്ഞതൊക്കെ എന്റെ മാത്രം സ്റ്റോറിയല്ല. നല്ല പ്രായവും ആരോഗ്യമൊക്കെ സാക്രിഫൈസ് ചെയ്ത ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥയാണ്. പുറത്തു പറയാതെയും ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയും ഇന്നും സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് ജീവിക്കുന്ന ഒത്തിരി ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട്. സാഡ് റിയാലിറ്റി എന്തെന്നാൽ ഈ ഒരു ചെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ തന്നെ ചെയ്യും. കുറെ ആളുകൾ നാളെയും വരും, ഒത്തിരി പ്രതീക്ഷകളോടെ. ചെറിയൊരു ജോലിയാണെങ്കിലും സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും കൂടെ സ്വന്തം നാട്ടിൽ കൂട്ടുകാരുമൊത്ത് ജീവിക്കുന്നവരാണ് ഏറ്റവും ഭാഗ്യവാന്മാർ. ഞാനെന്താ ഇത്ര ഇമോഷണൽ ആണെന്ന് ചോദിച്ചാൽ, വലിയ ശമ്പളമോ സേവിങ്സോ ഒന്നും ഇല്ലാതെയാണ് എൻ്റെ ഫാമിലിയെയും ഞാൻ ദുബായിക്ക് കൊണ്ടുവന്നത്. ഈ ഒരു സമയവും പ്രായവും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള ബോധ്യവും അത് സാക്രിഫൈസ് ചെയ്ത് നാളെ റിഗ്രറ്റ് ചെയ്യേണ്ട എന്നുള്ള തോന്നലുമാണ് എനിക്ക് മോട്ടിവേഷൻ ആയത്. പക്ഷെ ഇപ്പോൾ കയ്യിൽ നിൽക്കുന്നില്ല എന്നൊരു സ്റ്റേജ് വന്നപ്പോൾ ആ ഒരു തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നു. എൻ്റെ ഫാമിലിയും നാട്ടിലേക്ക് പോവുകയാണ്. സുഹൃത്തായ നിസാമുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ തന്നെ. ചിലപ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട്, ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ആവുന്നത് നാളെ മറ്റെന്തെങ്കിലും നല്ലത് സംഭവിക്കാനായിരിക്കുമെന്ന്. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.